ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. 1ഉം 2ഉം 3ഉം ശരിയാണ്. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ. കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ. കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കെ. കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് 1ഉം 2ഉം 4ഉം ശരിയാണ്. 1947 തൃശൂരിൽ വെച്ച് കെ. കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യകേരള സമ്മേളനം നടന്നു. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യകേരളത്തിന്റെ ആദ്യ പടിയായിട്ട് കണക്കാക്കുന്നു. 1956 നവംബർ 1 ഐക്യകേരളം നിലവിൽ വന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1ഉം 3ഉം 4ഉം ശരിയാണ്. ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കന്റിലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തം ആയിരുന്നു. 1764 ബ്രിട്ടീഷ് പാർലമെന്റ് പഞ്ചസാര ആക്ട് പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയിന്മേൽ ഒരു ചുങ്കം ചുമത്തി. ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺ ഷെൽസ് അമേരിക്കൻ ഇറക്കുമതി ചുങ്ക നിയമം പാസാക്കി. അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1, 2, 4 എന്നിവ ശരിയാണ്. ഹിറ്റ്ലർ രചിച്ച നാസിസത്തിന്റെ സുവിശേഷ ഗ്രന്ഥമാണ് മെയിൻ കാംഫ് അഥവാ എന്റെ സമരം. 1934 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും തന്നിൽ ഏകീകരിച്ച് മൂന്നാം ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിച്ചു. ഹിറ്റ്ലർ ചാരവൃത്തിക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം കൊടുത്തവരായിരുന്നു എലൈറ്റ് ഗാർഡ്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ്. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായ പ്രസ്താവന 2ഉം ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്ര. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രസ്താവനകൾ? ഗ്ലോറിയസ് റവല്യൂഷൻ. താഴെ പറയുന്നവയിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലായിരുന്നത്? ടി. സുനദാമ്മ. വന്ദേ മാതരം ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉറുദു പത്രം. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ജോൺ ലോക്ക്. സൺയാത് സെന്നിന്റെ തത്വങ്ങൾ ഏവ? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? 193. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി? നാങ്കിങ് ഉടമ്പടി. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രയേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം മാലദ്വീപ്. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരെന്ന് തിരിച്ചറിയുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. VP മേനോൻ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. ബ്രസൽസ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്? ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൺ പദ്ധതി ഉൾപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. 1 ഉൾപ്പെടാത്തത്. ഉൾപ്പെടുന്നത് ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണായക കമ്മീഷനെ നിയമിച്ചു. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിലെന്താ?
കേക്ക് കഴിച്ചുകൂടെ? മേരി അന്റോയിനറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ചാന്നാർ ലഹള, മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. 1948 ജനുവരി 20-ന് ഗാന്ധിജിക്ക് നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ചാണ്. 1, 3, 4 ശരി ഉത്തരം. ഓപ്ഷൻ സി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി 2ഉം 4ഉമാണ്. ബന്ധമുള്ള പ്രസ്താവനകൾ 1949-ൽ സ്ഥാപിതമായി. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി. മൂന്നാമത്തത് തെറ്റാണ്. ശരിയുത്തരം റോബസ്പിയർ ജാക്കോബിയൻ ക്ലബ്ബ്, ഏപ്രിൽ തീസസ് വി എ ലെനിൻ, ലോങ് മാർച്ച് മാവോ സേതോങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. 1988 ജനുവരി 20-ന് അന്തരിച്ചു. 1987-ൽ ഭാരതരത്ന ലഭിച്ചു. ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി. 1953-ൽ രൂപീകൃതമായി. ഫസൽ അലി, എച്ച് എൻ കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളാണ്. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 2ഉം 4ഉമാണ് ശരിയായ ഉത്തരങ്ങൾ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചു സൈന്യത്തെ പരാജയപ്പെടുത്തി. ഡച്ചു ഗവർണർ ആയിരുന്ന വാൻഡ്രീഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ഓപ്ഷൻ സി ആണ് ആൻസർ. അമരാവതി. APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? 2ഉം 3ഉമാണ് തെറ്റ്. ശരിയായ ഉത്തരങ്ങൾ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. 11ാമത്തെ രാഷ്ട്രപതിയാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് VP മേനോൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, എനിക്ക് ശേഷം പ്രളയം. 1ഉം 3ഉമാണ് ശരി. ഐക്യകേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് മഹാരാജ കേരളവർമ്മ. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്താവന. 1, 2, 3 എന്നിവ ശരിയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെയുള്ള ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? 3 പ്രസ്താവനയും ശരിയാണ്. ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ 1ഉം 2ഉമാണ് ശരി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരരംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനമെടുത്തത്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? ഓപ്ഷൻ 2, 3, 4 ആണ് ശരി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, ലോങ് മാർച്ചിന്റെ നേതാവ് 1949 ഒക്ടോബർ 1-ന് ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ചെയർമാനായി സ്ഥാനമേറ്റു. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കുവാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപത്തിന് കാരണമായി. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ
പഴശ്ശിയുടെ താവളം കണ്ടെത്തി. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനകാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം എന്ന കൃതി എഴുതിയത് ഉർവശി ഭൂട്ടാലിയ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ലാഹോർ. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഇറയിളി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം മലബാർ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഇ.എം. ശങ്കരൻ നമ്പൂതിരിപ്പാട്. ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ആര്യസമാജം. താഴെ പറയുന്നവയിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്. പി. കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2-ാം തീയതി സത്യാഗ്രഹം അവസാനിച്ചു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു. 1939 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. 1922 ബർദോളി സത്യാഗ്രഹം. 1928. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, ലോങ് മാർച്ച്, ജപ്പാന്റെ ചൈന ആക്രമണം, മഹത്തായ സാംസ്കാരിക വിപ്ലവം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത്. 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളുണ്ടായിരുന്നു. മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. കാൺപൂർ നാനാ സാഹിബ്. ആറ കൺവർ സിംഗ്. ഡൽഹി ബഹദൂർ ഷാ. ബറൗട്ട് ഷാമഹൽ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ്. ഓപ്ഷൻ സി 1 ഉം 3 ഉം തെറ്റാണ്. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1-ാം തീയതി പ്രവർത്തനം ആരംഭിച്ചു. ചേരുംപടി ചേർക്കുക. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. അയ്യങ്കാളി സാധുജന പരിപാലന യോഗം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത്? ആറ്റിങ്ങൽ കലാപം. തേബാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? ബംഗാൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കൾ. സിദ്ധു കാനു. ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? മൈക്കൽ ഏഞ്ചലോ. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് രാമചന്ദ്ര ഗുഹ. ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ. വില്യം 3, മേരി 2. യൂറോപ്പിലുണ്ടായ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ തുടർച്ചയായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം 1-ാം കർണാട്ടിക് യുദ്ധം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ അവ നടന്ന വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. സന്യാസി കലാപം, വേലുത്തമ്പിയുടെ കലാപം, സന്താൾ കലാപം, ശിപായി ലഹള. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഓപ്ഷൻ സി ആണ്. സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചതും പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചതും തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചതും ആയില്യം തിരുനാൾ മഹാരാജാവാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏവ? ഓപ്ഷൻ ബി ആണ് ആൻസർ. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 2-ാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തത്? ജപ്പാൻ, ജർമ്മനി. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ? മൂഷക രാജവംശം, ആഴി രാജവംശം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്താവനകൾ? കുമിങ്ടാങ് പാർട്ടി, ഫലാങ് പാർട്ടി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ. ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിപ്പിച്ചത്? ആയില്യം തിരുനാൾ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം? 1917. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന?
1ഉം 3ഉം തെറ്റാണ്. ഡൽഹിയിൽ വിപ്ലവത്തിന്റെ നേതാവ് ബഹദൂർ ഷാ രണ്ടായിരുന്നു. ശരിയാണ്. അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു. കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം. 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനാണ്? കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യകൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്ക് സംവിധാനം ചെയ്ത ചിത്രം ട്രെയിൻ ടു പാകിസ്ഥാൻ. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ കാവേരി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കൾ ആരെല്ലാം? സിന്ധു, കാനു. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ്? വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി? ജഹാംഗീർ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 1940 ആഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക എന്നത് തെറ്റാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുക. ഇന്ത്യക്ക് പുത്രികാരാജ്യ പദവി നൽകുക. ഇന്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്തി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുക. പണിക്കാരി എന്ന പദം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സ്ത്രീലിംഗം. അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം സലിംഗ ബഹുവചനം. താഴെ കൊടുത്തവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദം അജ്ഞാനം. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം വൃദ്ധയുടെ വാക്കുകൾ എൻ്റെ കണ്ണുകൾ നിറയ്ക്കുന്നതായിരുന്നു. ഉചിതമായ മറുപടി ഉരുളയ്ക്കുപ്പേരി. കൂട്ടത്തിൽ പെടാത്തത് ചത്രം. അമരത്തടത്തിൽ തവള കരയണം. ഈ പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൃഷിയുമായി. താഴെ കൊടുത്തവയിൽ ഉഗ്രം എന്ന വാക്കിന്റെ വിപരീതം ശാന്തം. പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതുക. പിൻ പ്ലസ് കാലം. ഇഹലോകത്തെ സംബന്ധിച്ചത്? ഐഹികം. ശരിയായ പദം കണ്ടെത്തുക. അക്ഷൗഹിണി. നാഴികയുടെ 1/60 പങ്ക് വിനാഴിക. പിരിച്ചെഴുതുക. പരമോಚ್ಚ നില, പരമ ഉച്ചനില. ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക. പ്രമാദം, വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. വിപരീത പദമേത്? ആധ്യാത്മം, ഭൗതികം. നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത് സത്യസന്ധമായി പെരുമാറുക. ചേർത്ത് എഴുതുക. കളം പ്ലസ് മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരജൻ. മലർക്കളം എഴുതിക്കാത്തോരരജൻ. വൈരി സ്ത്രീലിംഗം വൈരിണി. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദി ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ശരിയായ പരിഭാഷ കവിത വന്നണഞ്ഞതെന്നെ തേടിയ പ്രായത്തിലാണ്. ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. ഒറ്റപ്പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ തിരു പ്ലസ് അടി. കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഞ്ചിക്കുക, ഉയർച്ച തടയുക. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ്? വൈദ്യർ. താഴെ കൊടുത്തവയിൽ തെറ്റായ പദം ആദരാഞ്ജലി. പ്രാചീനം എന്ന പദത്തിന്റെ വിപരീത പദം അർവാചീനം. മഞ്ഞ് എന്നർത്ഥം വരാത്തത് നിധനം. വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം, പാദമാകുന്ന പങ്കജം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ് എന്ന ആശയം ലഭിക്കുന്ന പഴഞ്ചൊല്ല്. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ചേർത്ത് എഴുതുക. കടൽ പ്ലസ് പുറം, കടപ്പുറം. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികൾ. വേദത്തെ സംബന്ധിച്ചത് വൈഹികം, വൈദികം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീതം ശാശ്വതം. നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായങ്ങൾ ചന്ദ്രിക, കൗമുദി. അമ്പലം
വിഴുങ്ങുക, മുഴുവൻ കൊള്ളയടിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഭഗവത്ഗീത. വിണ്ടലം പിരിച്ചെഴുതുമ്പോൾ വിൻ പ്ലസ് തലം. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദം തലയിലെ വേദന. ചന്ദനം എന്ന വാക്കിന്റെ സമാന പദം മാലയം. അനപദ്യൻ എന്ന പദത്തിന്റെ അർത്ഥം സന്തതിയില്ലാത്തവൻ. താഴെ പറയുന്നവയിൽ ശരിയായ പദം കവയിത്രി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം പുരുഷന്മാർ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കി പറയുക. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് പിഞ്ഞാണത്തിന്റെ വർണ്ണം. പുട്ടൌട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആര്? അശ്വത്ഥാമാവ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് ചിത് പ്ലസ് മുദ്ര. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? ശരിയായ പദം എഴുതുക. ഉദ്ഘാടനം. ഭാഗികത്തിന്റെ വിപരീതം സമഗ്രം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു. നീഹാരം പര്യയം മഞ്ഞ്. കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം അവസാനത്തെ പ്രവൃത്തി. പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ നടപടിക്രമം. വാക് പ്ലസ് മയം വാഗ്മയം. അവൻ പിരിച്ചെഴുതുക ആ പ്ലസ് അൻ. പൂജക ബഹുവചനം ആചാര്യർ. ശരിയായ വാക്യമേത്? ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയല്ലാത്ത രൂപമേത്? ജാള്യത. മകൾ എന്ന അർത്ഥമുള്ള പദം തനയ. രവം വിപരീത പദം എഴുതുക. നീരവം. അന്ധ പ്ലസ് ചിത്രം ചേർത്ത് എഴുതുമ്പോൾ അന്ധഛിദ്രം. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജിജ്ഞാസു. കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക കിങ്കരി. അലിംഗ ബഹുവചനം മിടുക്കർ. വാഗ്മയം പിരിച്ചെഴുതുക വാക് പ്ലസ് മയം. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് കുരുടന്മാരോടരുത്. ശരിയായ രൂപം ഏത്? ഓപ്ഷൻ A. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക നെല് പ്ലസ് മണി. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? അലിംഗ ബഹുവചനം. പല്ലവ പുടം വിഗ്രഹിച്ചെഴുതുക പല്ലവത്തിന്റെ പുടം. സമാനമായ പദം എഴുതുക. മഞ്ഞ് പ്രാലേയം. മാൻ എന്ന വാക്കിന്റെ പര്യായം ഏണം. ശരിയായ വാക്യം ഏത്? നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീത പദം കുപ്രസിദ്ധം. ഒറ്റപ്പദം. അറിയാൻ ആഗ്രഹമുള്ള ആൾ ജിജ്ഞാസു. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് കടവടുപ്പിക്കുക. പ്രാചി എന്ന വാക്കിന്റെ വിപരീതം പ്രതീചി. ശാരിക എന്ന വാക്കിന്റെ പര്യായമല്ലാത്തത് ചകോരം. ശാരിക എന്ന പദത്തിന്റെ പര്യായമാണ് കീരം, ശുകം, കിളി എന്നിവ. വീട് പ്ലസ് പണി ചേർത്ത് എഴുതിയാൽ വീടുപണി. കേമൻ പിരിച്ചെഴുതിയാൽ കേമം പ്ലസ് അൻ. കർത്തൃ എന്ന പദത്തിന്റെ പുല്ലിംഗം കർത്താവ്. തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം തങ്ക. സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ എന്നതിന്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? അത്. വിവാഹം ചെയ്ത ഭാര്യയോടുകൂടി പാർക്കുന്നവൻ എന്നർത്ഥം വരുന്നത് ഗൃഹസ്ഥൻ. മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? പൂജക ബഹുവചനം. ഉൽഗതി എന്ന പദത്തിന്റെ വിപരീതം അധോഗതി. മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ മലർ പ്ലസ് അമ്പൻ. രാത്രി എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് നിശ. ത്രിയാമ, ക്ഷണത, ക്ഷണപ്രഭ എന്നിവ രാത്രിയുടെ പര്യായങ്ങളാണ്. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ഇംഗ്ലീഷിനെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. വെണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ വെൾ പ്ലസ് നീര്, നീറ്. ശരിയായ പദം കണ്ടെത്തുക. അതിഥി. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു അവസ്ഥയെയോ വസ്തുതയെയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല്. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, പനിക്കു പട്ടിണി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ തർജ്ജമ ഇവയൊന്നുമല്ല. വിയോഗം വിപരീതം സംയോഗം. വിഗഹം പര്യായപദം പക്ഷി. ചേർത്തെഴുതുക ദു പ്ലസ് ജനം ദുർജനം. ശരിയായ ജോഡി മഞ്ഞ് നീഹാരം തുഷാരം. എതിർലിംഗം എഴുതുക ഭൃത്യ ഭൃത്യൻ.
പിരിച്ചെഴുതുക അവൻ, ആ പ്ലസ് അൻ. ശരിയായ പദം എഴുതുക ആഖ്യാനം. കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് നാടോടുമ്പോൾ നടുവേ ഓടണം. എവരി പോട്ടർ പ്രൈസസ് ഇറ്റ്സ് ഓൺ പോട്ട് എന്ന ശരിയായ പരിഭാഷ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. പ്രേഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം പ്രേഷക. നിഷ്ഫലയത്നം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാകദന്ത ഗവേഷണം. നിരാമയം പിരിച്ചെഴുത്ത് നിർ പ്ലസ് ആമയം. സമത എന്ന വാക്കിന്റെ സമാനാർത്ഥമുള്ളത് തുല്യത. 12 വർഷക്കാലം എന്നതിന്റെ ഒറ്റപ്പദം വ്യാഴവട്ടം. താഴെ കൊടുത്തവയിൽ ബഹുത്വസൂചക സൂചന നൽകുന്ന പദം ചൊന്നവർ. ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക അഷ്ടമുടി. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. ഈ വരികളുടെ സമാനാശയം വരുന്ന പഴഞ്ചൊല്ല് പാലോടു ചേർന്ന വെള്ളവും പാലാകും. പ്രിമിറ്റീവ് പ്രാകൃതമായ. കാട്, കാനനം, ഗഹനം, വിപിനം. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞു. നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. വലിയ മേന്മ നടിക്കുക. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുക്കുക. വളരെയധികം സംസാരിക്കുന്നവൻ, അതിവാചാലൻ. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുക. അന്തസ്. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം അനശ്വരത, നശ്വരം. നദിയുടെ പര്യായം അല്ലാത്തത് പാതേയം. വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുക വാഗ്മയം. പലവുരു പിരിച്ചെഴുതുക പല പ്ലസ് ഉരു. സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ദ്വിവചനം. മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് PV ആൽവി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. കേരളത്തിലെ ഏറ്റവും പഴയ സെൻട്രൽ ജയിൽ ഏതാണ്? തിരുവനന്തപുരം സെൻട്രൽ ജയിൽ. ജയിൽ ചട്ടപ്രകാരം കേരളത്തിലെ ജയിൽ ഭരണത്തെ എത്ര മേഖലകളായി തിരിച്ചിട്ടുണ്ട്? 3. റീജിയണൽ തലത്തിൽ ജയിൽ വകുപ്പിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? DIG. കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജയിൽ സംവിധാനം ബോസ്റ്റൽ സ്കൂൾ. 18 മുതൽ 21 വയസ്സ് വരെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ജയിലിലെ അന്തേവാസികൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനും മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? അസിസ്റ്റന്റ് ജയിലർ. കേരളത്തിലെ ഏക വനിതാ ജയിൽ വനിതാ സെൻട്രൽ ജയിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങര. ഒരു ജയിലിന്റെ ഭരണപരമായ പൂർണ്ണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ സൂപ്രണ്ട്. അന്തേവാസികളുടെ മാനസിക മാറ്റത്തിനായി നടപ്പിലാക്കുന്ന ഫ്രീഡം ഫുഡ് പദ്ധതി തുടങ്ങിയത് എവിടെയാണ്? സെൻട്രൽ ജയിൽ തിരുവനന്തപുരം. ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് അനുവദിക്കുന്ന അവധി ഏത് പേരിൽ അറിയപ്പെടുന്നു? പരോൾ. കേരളത്തിലെ ഹൈ സെക്യൂരിറ്റി ജയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? വിയൂർ. ജയിൽ അന്തേവാസികൾക്ക് നൽകുന്ന തിരിച്ചറിയൽ നമ്പർ അറിയപ്പെടുന്നത് പ്രിസൺ നമ്പർ. കേരള ജയിൽ വകുപ്പിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള തസ്തിക ഏതാണ്? പ്രിസൺ ഓഫീസർ, വാർഡൻ. റിമാൻഡ് പ്രതികളെ പാർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ജയിലുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? സബ് ജയിൽ. കേരള ജയിൽ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിന്റെ പേരെന്ത്? ഇ-പ്രിസൺസ്. സംസ്ഥാനത്ത് ജയിൽ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്ന ആസ്ഥാനം എവിടെയാണ്? തൃശൂർ രാമവർമ്മപുരം. തടവുകാരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ആരാണ്? ജുഡീഷ്യൽ മജിസ്ട്രേറ്റുകൾ. ജയിൽ ഭക്ഷണത്തിൽ മാംസാഹാരം ഉൾപ്പെടുത്തുന്ന ദിവസം സാധാരണയായി ഏതാണ്? ഞായർ. കേരള ജയിൽ വകുപ്പിന് കീഴിലുള്ള ശ്രീ ചിത്തിര തിരുനാൾ റെസ്ക്യൂ ഹോം എവിടെയാണ്? തിരുവനന്തപുരം. ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കാൻ നിയമിതരായ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന നായവിഭാഗം ജയിൽ K9 സ്ക്വാഡ്. ജയിലിലെ ശിക്ഷാ കാലയളവിൽ മികച്ച പെരുമാറ്റം കാഴ്ചവെക്കുന്നവർക്ക് ശിക്ഷയിൽ ലഭിക്കുന്ന ഇളവ് റിമിഷൻ. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ എവിടെയാണ്? ചീമേനി, കാസർഗോഡ്. മഴവില്ല് എന്ന പദ്ധതി ജയിലിൽ ആർക്കുവേണ്ടിയുള്ളതാണ്? ട്രാൻസ്ജെൻഡർ അന്തേവാസികൾക്ക്. ജയിൽ ഉദ്യോഗസ്ഥരുടെ യൂണിഫോമിൽ ധരിക്കുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം അനുസരിച്ച് പദവി തിരിച്ചറിയാം. ഈ നക്ഷത്രം ധരിക്കുന്ന ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് ജയിലർ.
ഒരു നക്ഷത്രം ധരിക്കുന്ന ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് ജയിലർ. കേരള ജയിൽ വകുപ്പ് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? ആഭ്യന്തര വകുപ്പ്. കേരളത്തിലെ ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതു വർഷമാണ് സ്ഥാപിതമായത്? 1896. തിരുവനന്തപുരം പൂജപ്പുരയിലെ സെൻട്രൽ ജയിലിൽ നിലവിൽ വന്നത് എന്നാണ്? 1886. നെട്ടുകാൽ തേര് തുറന്ന ജയിൽ ഉദ്ഘാടനം ചെയ്തത് 1962 ഓഗസ്റ്റ് 28-ന്. കൊച്ചിയിലെ സെൻട്രൽ ജയിൽ വിയൂരിലേക്ക് മാറ്റിയ വർഷം 1914. തിരുവിതാംകൂറിൽ ജയിൽ ഇൻസ്പെക്ടർ ജനറൽ തസ്തിക ആദ്യമായി രൂപീകരിച്ചത് എന്ന്? 1953. കേരള ജയിൽ ചട്ടങ്ങൾ ആദ്യമായി രൂപീകരിച്ചത് ഏത് വർഷം? 1958. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സ്ഥാപിതമായത് എവിടെ? നെയ്യാറ്റിൻകര, 1990. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് നിലവിൽ വന്ന വർഷം? 2010. ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ സിഗ സ്ഥാപിതമായ വർഷം? 1957. നെട്ടുകാൽ തേര് തുറന്ന ജയിൽ സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്ത അന്നത്തെ ആഭ്യന്തരമന്ത്രി ആര്? പി.ടി. ചാക്കോ. സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ജയിൽ വിയൂർ. ഏറ്റവും ഒടുവിൽ നാലാമതായി നിലവിൽ വന്ന സെൻട്രൽ ജയിൽ തവനൂർ. ജയിൽ നിയമപ്രകാരം പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾസ് എന്നാൽ? മദ്യം, മയക്കുമരുന്ന്, മൊബൈൽ ഫോൺ. തടവുകാരുടെ പരാതികൾ കേൾക്കാൻ ജയിൽ സന്ദർശിക്കുന്ന മജിസ്ട്രേറ്റ് വിസിറ്റിംഗ് മജിസ്ട്രേറ്റ്. ജുവനൈൽ തടവുകാരെ പാർപ്പിക്കേണ്ടത് എവിടെ? ഒബ്സർവേഷൻ ഹോം. ജയിൽ ഉദ്യോഗസ്ഥരുടെ യൂണിഫോം നിശ്ചയിക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാർ. ജയിൽ നിയമങ്ങൾ ലംഘിക്കുന്ന തടവുകാരെ പാർപ്പിക്കുന്ന സെൽ പണിഷ്മെന്റ് സെൽ അഥവാ സോളിറ്ററി കൺഫൈൻമെന്റ്. തടവുകാരെ കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമം പ്രിസണേഴ്സ് അറ്റൻഡൻസ് ഇൻ കോർട്ട് ആക്ട്. തടവുകാരുടെ മാനസിക ആരോഗ്യത്തിന് മുൻഗണന നൽകുന്ന ഉദ്യോഗസ്ഥൻ സൈക്കോളജിസ്റ്റ് അഥവാ മെഡിക്കൽ ഓഫീസർ. തുറന്ന ജയിലുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ആക്ട് സെക്ഷൻ 6. ഒരു തടവുകാരനെ മറ്റൊരു ജയിലിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നത് ആരാണ്? ജയിൽ DGP. തടവുകാരുടെ തൊഴിലും വേതനവും സംബന്ധിച്ച വിവരം നൽകുന്ന സെക്ഷൻ 65. റിമാൻഡ് പ്രതികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? ജില്ലാ ജയിൽ അല്ലെങ്കിൽ സബ് ജയിൽ. ജയിൽ ഉദ്യോഗസ്ഥർ തടവുകാരുമായി കച്ചവടത്തിലേർപ്പെടുന്നത് നിരോധിക്കുന്ന സെക്ഷൻ 18. ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഏത് IPC സെക്ഷൻ പ്രകാരം കുറ്റകരമാണ്? സെക്ഷൻ 224. ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകുന്ന അധികാരം ആർക്കാണ്? ഗവർണർ അല്ലെങ്കിൽ സർക്കാർ. തടവുകാർക്ക് നിയമസഹായം ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 42. ജയിലിലെ സന്ദർശകരെ സംബന്ധിച്ച ചട്ടങ്ങൾ പറയുന്ന സെക്ഷൻ 50. ജയിലിലെ അച്ചടക്ക ലംഘനത്തിന് നൽകാവുന്ന ശിക്ഷകളെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 72. സ്ത്രീ തടവുകാരെ പാർപ്പിക്കേണ്ട രീതികളെക്കുറിച്ച് വിവരിക്കുന്ന സെക്ഷൻ 31. ജയിൽ ഉദ്യോഗസ്ഥരുടെ ചുമതലകളെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 12. തടവുകാരുടെ ഭക്ഷണക്രമം നിശ്ചയിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 35. ഒരു തടവുകാരന് കഠിന തടവ് അനുഭവിക്കാൻ ശാരീരിക ക്ഷമതയുണ്ടോ എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 30. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെന്റ് ആക്ട് 2010 സെക്ഷൻ 30 പ്രകാരം ശിക്ഷിക്കപ്പെട്ട ഒരു തടവുകാരനെ ജയിലിൽ പ്രവേശിപ്പിച്ച എത്ര സമയത്തിനുള്ളിൽ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കണം? ആസ് സൂൺ ആസ് പോസിബിൾ. സെക്ഷൻ 30 അനുസരിച്ച് പരിശോധനയ്ക്ക് ശേഷം മെഡിക്കൽ ഓഫീസർ തടവുകാരന്റെ ആരോഗ്യ വിവരങ്ങൾ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ഹിസ്റ്ററി ടിക്കറ്റിൽ. കേരളത്തിൽ തടവുകാരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഇപ്പോഴത്തെ നിയമം കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് റൂൾ 2014. സെക്ഷൻ 30 പ്രകാരം ഒരു തടവുകാരനെ പരിശോധിച്ച ശേഷം മെഡിക്കൽ ഓഫീസർ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉൾപ്പെടാത്തത് എന്താണ്? തടവുകാരന്റെ മുൻകാല കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നില്ല. ജയിൽ അന്തേവാസികൾ തയ്യാറാക്കുന്ന ഭക്ഷണ വിതരണ ശൃംഖലയുടെ പേര് ഫ്രീഡം ഫുഡ് ഫാക്ടറി. ബോർസ്റ്റർ സ്കൂളുകളിൽ പ്രവേശിപ്പിക്കുന്ന തടവുകാരുടെ പ്രായപരിധി എത്ര? 18-നും 21 വയസ്സിനും ഇടയിൽ. എ ക്ലാസ് തടവുകാരിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ?
പതിവ് കുറ്റവാളി അല്ലാത്തവരും സൽസ്വഭാവികളായിട്ടുമുള്ള തടവുകാർ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരന്റെ ഭാരവും ഉപയോഗിക്കേണ്ട കയറിന്റെ അളവും തമ്മിലുള്ള ശരിയായ ജോഡി കണ്ടെത്തുക. ഇവയെല്ലാം ശരിയാണ്. 44 കിലോവിൽ താഴെയാണെങ്കിൽ 1.98 മീറ്റർ, 57 കിലോവിന് താഴെയാണെങ്കിൽ 1.83 മീറ്റർ, 70 കിലോവിൽ താഴെയാണെങ്കിൽ 1.68 മീറ്റർ. തടവുകാരന്റെ സാധാരണ അവധി കണക്കാക്കുന്നത് എങ്ങനെ? ഒരു കലണ്ടർ വർഷത്തിൽ 60 ദിവസം, ത്രൈമാസത്തിൽ 15 ദിവസം, 6 മാസത്തിൽ 30 ദിവസം. ശരിയായവ തിരഞ്ഞെടുക്കുക. ഡെറ്റിന്യൂ എന്നാൽ ഏതെങ്കിലും നിയമത്തിന് കീഴിൽ കരുതൽ തടങ്കലിൽ വ്യവസ്ഥ ചെയ്യാൻ ക്ഷമതയുള്ള ഒരു അധികാര സ്ഥാപനം പുറപ്പെടുവിപ്പിച്ച വാറന്റോ റിട്ടോ ഉത്തരവ് വഴി ഒരു പ്രിസണിലേക്ക് അയക്കപ്പെട്ട ഏതൊരാളും എന്ന് അർത്ഥമാക്കുന്നു. ഏതൊക്കെ ജയിലുകൾ സംയോജിപ്പിച്ചാണ് ജയിൽ വകുപ്പ് രൂപം നൽകിയത്? ട്രാവൻകൂർ, കൊച്ചിൻ സ്റ്റേറ്റ്, ബ്രിട്ടീഷ് മലബാർ സ്റ്റേറ്റ് ജയിലുകൾ. സെൻട്രൽ ജയിലിൽ വനിതാ തടവുകാർക്കായി പ്രത്യേകം ബ്ലോക്ക് സ്ഥാപിച്ച വർഷം 1904. നിരാലംബരായ തടവുകാർക്ക് ജയിലിൽ നിന്ന് വിടുതൽ ചെയ്യുമ്പോൾ അവരുടെ വീടുകളിൽ എത്തിക്കാനാവശ്യമായ പണം നൽകുന്നതിന് ഉത്തരവ് നൽകിയ വർഷം 1890. കേരള സംസ്ഥാന രൂപീകരണത്തോടെ രൂപം കൊണ്ട ജയിൽ സംവിധാനങ്ങൾ അഥവാ ജയിൽ വകുപ്പുകൾ. ജയിൽ ഐജിയുടെ കാര്യാലയം, സെൻട്രൽ ജയിലുകൾ, കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്നൊരു ബോർഡൽ സ്കൂൾ. ഭക്ഷ്യ ഉൽപാദനത്തിനായി ഹരിത പദവി നേടിയ കേരളത്തിലെ ജയിൽ ചീമേനി തുറന്ന ജയിൽ. തടവുകാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യ ജയിൽ പൂജപ്പുര. കേരളത്തിലെ ജയിലുകളിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതി ഹാജരാക്കൽ സംവിധാനം ആരംഭിച്ച വർഷം 2005. 1921 മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ പാർപ്പിച്ചിരുന്ന പ്രധാന ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ. ബുദ്ധിശക്തി കണക്കാക്കുന്ന ഫോർമുല. ഓപ്ഷൻ എ ആണ് ആൻസർ. മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ഭയം, സ്നേഹം, ദേഷ്യം എന്നിവ ഏത് തരം പ്രതികരണങ്ങളാണ്? വികാരാധീനം. സ്വയം തിരിച്ചറിവിനെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ. എബ്രഹാം മാസ്ലോ. പഠനത്തിലെ ശ്രമപരാജയ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ട്രയൽ ആൻഡ് ഇറർ. തോണ്ടൈക്ക്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? മുഴുവനായ അവസ്ഥ. ഒരു വ്യക്തി മറ്റുള്ളവരോട് ഇടപെടാൻ മടിക്കുന്ന സ്വഭാവം ഇൻട്രോവേർട്ട്. പുതിയൊരു കാര്യം പഠിക്കുന്നതിന് മുൻപ് പഠിച്ച കാര്യം മനസ്സിലാക്കുന്ന അവസ്ഥ ഇൻഹിബിഷൻ. മോട്ടിവേഷൻ എന്ന പദം ഉണ്ടായത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? ഓപ്ഷൻ എ. സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ എൻഡോർഫിൻ. മനസ്സിന്റെ ബോധപൂർവമല്ലാത്ത ഭാഗത്തെ എന്ത് വിളിക്കുന്നു? അൺകോൺഷ്യസ്. അനുകരണത്തിലൂടെയുള്ള പഠനം ലേണിംഗ് ബൈ ഒബ്സർവേഷൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൽഫ്രഡ് ബന്ദൂര. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ സ്ഥിരതയുള്ള ഗുണങ്ങളെ എന്ത് വിളിക്കുന്നു? ട്രെയ്റ്റുകൾ. മറ്റൊരാളുടെ വികാരങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവിനെ എന്ത് വിളിക്കുന്നു? എംപതി. കൗമാരപ്രായത്തെ സംഘർഷഭരിതമായ കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജി. സ്റ്റാൻലി ഹാൾ. ഒരു വ്യക്തിക്ക് തന്നിൽ തന്നെയുള്ള വിശ്വാസത്തെ എന്ത് വിളിക്കുന്നു? ആത്മവിശ്വാസം. മനുഷ്യന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ലിംബിക് സിസ്റ്റം. ഭയത്തിനെതിരെയുള്ള സ്വാഭാവിക പ്രതികരണം എന്നാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഐക്യു എന്നതിൻ്റെ പൂർണ്ണരൂപം ഇന്റലിജൻസ് കോഷ്യന്റ്. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയെ എന്ത് വിളിക്കുന്നു? ഡിസ്ട്രാക്ഷൻ. കുട്ടികളിലെ ബുദ്ധിവികാസത്തെക്കുറിച്ച് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പഠനം നടത്തിയത് ഇവരാരുമല്ല. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നീ ആശയങ്ങൾ അവതരിപ്പിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ്. മനഃശാസ്ത്രത്തിലെ ബിഹേവിയറലിസം, പെരുമാറ്റവാദം എന്ന ശാഖയുടെ ഉപജ്ഞാതാവ് ജെ.ബി. വാട്സൺ. മറവി, ഫോർഗറ്റിംഗ് സംബന്ധിച്ച് പഠനം നടത്തിയ പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ എബിൻഹോസ്. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ ബേസിക് നീഡ്സ് എന്നതിനു
ഉൾപ്പെടുന്നത് വിശപ്പ്, ദാഹം. ഒരു ഉത്തേജനത്തിന് സ്റ്റിമുലസ് ശരീരം നൽകുന്ന പെട്ടെന്നുള്ള മറുപടിയെ എന്തു വിളിക്കുന്നു? പ്രതികരണം, റെസ്പോൺസ്. ബുദ്ധിശക്തി അളക്കുന്നതിനുള്ള ആദ്യത്തെ ശാസ്ത്രീയ പരീക്ഷണം നടത്തിയത് ആൽഫ്രഡ് ബിനർ. ക്ലാസിക്കൽ കണ്ടീഷനിംഗ് എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇവാൻ പാവ്ലോവ്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വുഡ്. മനഃശാസ്ത്രം എന്നാൽ എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പെരുമാറ്റവും മാനസിക പ്രക്രിയയും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ പെരുമാറുന്ന രീതിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ജനിതകം, സാഹചര്യം, വ്യക്തിത്വം. താഴെ പറയുന്നവയിൽ ജൈവിക പ്രേരണ അല്ലാത്തത്. അംഗീകാരം. തിയറി സെറ്റ് അവതരിപ്പിച്ചത് വില്യം ഔച്ചി. പ്രേരണ ചക്രത്തിലെ ആദ്യഘട്ടം ഏതാണ്? ആവശ്യം. താഴെ പറയുന്നവയിൽ മോട്ടിവേഷൻ വർദ്ധിപ്പിക്കാൻ അധ്യാപകൻ ചെയ്യേണ്ടത് ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക. ശരീരത്തിന്റെ ആന്തരിക സന്തുലനാവസ്ഥ നിലനിർത്തുന്ന പ്രക്രിയ ഹോമിയോസ്റ്റാസിസ്. ഒരു ലക്ഷ്യത്തിലെത്താൻ വ്യക്തിയെ സഹായിക്കുന്ന ബാഹ്യവസ്തുക്കൾ അറിയപ്പെടുന്നത് ഇൻസെന്റീവ്. അടിസ്ഥാനപരമായ ആവശ്യങ്ങളുടെ മുൻഗണനാക്രമം ഹൈറാർക്കി ഓഫ് നീഡ്സ് അവതരിപ്പിച്ചത് എബ്രഹാം മാസ്ലോ. ഒരു വ്യക്തിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പ്രേരണ ഏതാണ്? ആന്തരിക പ്രേരണ. പ്രേരണയുടെ ഡ്രൈവ് റിഡക്ഷൻ തിയറി ആവിഷ്കരിച്ചത് ഹൾ. എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷൻ ആവിഷ്കരിച്ചത് വിക്ടർ വ്രൂം. ഒരു വ്യക്തിക്ക് തന്റെ പരാജയത്തിന് യുക്തിപരമായ കാരണങ്ങൾ നിരത്തി ന്യായീകരിക്കുന്ന രീതി റേഷണലൈസേഷൻ. മരണചോദനയെ ഡെത്ത് ഇൻസ്റ്റിക്ട് ഫ്രോയിഡ് വിശേഷിപ്പിച്ചത് താനറ്റോസ്. ജീവൻ നിലനിർത്തുവാനുള്ള ചോദനയെ ലൈഫ് ഇൻസ്റ്റിക്ട് ഫ്രോയിഡ് വിളിച്ചത് ഈറോസ്. ദി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന പുസ്തകം രചിച്ചത് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്. മനസ്സിനെ വിശകലനം ചെയ്യാൻ ഫ്രോയിഡ് ഉപയോഗിച്ച പ്രധാന മാർഗം സ്വപ്ന വിശകലനം. അംഗീകരിക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളുന്ന പ്രക്രിയ റിപ്രഷൻ. മറ്റൊരാളുടെ കുറ്റം സ്വന്തം കുറ്റമായി കാണുന്ന പ്രതിരോധ തന്ത്രം ഐഡന്റിഫിക്കേഷൻ. ലൈംഗിക താൽപര്യങ്ങൾ താൽക്കാലികമായി അടിച്ചമർത്തപ്പെടുന്ന ഘട്ടം ലേറ്റൻസി സ്റ്റേജ്. ശൗചാലയ പരിശീലനം, ടോയ്ലറ്റ് ട്രെയിനിങ് പ്രാധാന്യമുള്ള ഘട്ടം അനൽ സ്റ്റേജ്. മനോലൈംഗിക വികാസഘട്ടത്തിൽ ആദ്യത്തേത് ഏത്? ഓറൽ സ്റ്റേജ്. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ സ്വപ്നങ്ങൾ എന്താണ്? അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വ്യക്തി തന്റെ പരാജയത്തിന് മറ്റൊരാളെയോ മറ്റൊരു സാഹചര്യത്തെയോ കുറ്റപ്പെടുത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം? പ്രൊജക്ഷൻ. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിലെ ഉത്കണ്ഠ കുറയ്ക്കാൻ കുട്ടി മുൻപത്തെ ഒരു ശീലത്തിലേക്ക്, ഉദാഹരണത്തിന് വിരൽ കുടിക്കുക, മടങ്ങുന്നതിനെ എന്ത് വിളിക്കുന്നു? റിഗ്രഷൻ. സ്വന്തം പരാജയത്തെ ന്യായീകരിക്കാൻ ലോജിക്കലായ കാരണങ്ങൾ കണ്ടെത്തുന്ന രീതി റേഷണലൈസേഷൻ. ഒരാൾ സ്വന്തം പരാജയങ്ങളെ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പ്രതിരോധ തന്ത്രം ഏതാണ്? പ്രക്ഷേപണം. പ്രൊജക്ഷൻ. കുട്ടികൾ കളിക്കിടെ മുതിർന്നവരെ അനുകരിക്കുന്നത് ഏത് ക്രമീകരണ രീതിയാണ്? താദാത്മ്യം, ഐഡന്റിഫിക്കേഷൻ. സാമൂഹികമായി അംഗീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളെ ക്രിയാത്മകമായ വഴിയിലൂടെ തിരിച്ചു വിടുന്ന പ്രക്രിയ ഉദാത്തീകരണം, സബ്ലിമേഷൻ. പരീക്ഷയിൽ തോറ്റ കുട്ടി ചോദ്യപേപ്പർ കഠിനമായിരുന്നു എന്ന് പറയുന്ന പ്രതിരോധ രീതി യുക്തീകരണം, റേഷണലൈസേഷൻ. മാനസിക സംഘർഷം മൂലം ഒരാൾ തന്റെ കുട്ടിക്കാലത്തെ പെരുമാറ്റങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ എന്ത് വിളിക്കുന്നു? പ്രതിഗമനം, റിഗ്രഷൻ. ഓഫീസിലെ ദേഷ്യം വീട്ടിൽ വന്ന് ഭാര്യയോടോ കുട്ടികളോടോ തീർക്കുന്ന രീതി വിസ്ഥാപനം, ഡിസ്പ്ലേസ്മെന്റ്. താഴ്ന്ന നേട്ടങ്ങളുള്ള ഒരാൾ തന്റെ പോരായ്മ പരിഹരിക്കാൻ മറ്റൊരു മേഖലയിൽ കഠിനാധ്വാനം ചെയ്യുന്നു. പരിഹാരം, കോമ്പൻസേഷൻ. ഒരു വ്യക്തി തന്റെ ആഗ്രഹത്തിന് വിപരീതമായി പെരുമാറുന്ന രീതി പ്രതിപ്രവർത്തനം, റിയാക്ഷൻ ഫോർമേഷൻ. മനസ്സിന് പ്രയാസമുണ്ടാകുന്ന യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നത് നിഷേധം, ഡിനയൽ. ഒരു ലക്ഷ്യം നേടാൻ കഴിയാതെ വരുമ്പോൾ അതിനെക്കുറിച്ച് കാണിക്കുന്നത് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും, സോർ ഗ്രേപ്സ് റേഷണലൈസേഷൻ.
തനിക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളിൽ നിന്ന് പകൽക്കിനാവിലൂടെ രക്ഷപ്പെടുന്നത് ഡേ ഡ്രീമിംഗ്. ലൈംഗിക ഊർജത്തെ ഫ്രോയിഡ് വിളിച്ച പേര് ലിബിഡോ. യാഥാർത്ഥ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന മനസ്സിന്റെ ഭാഗം ഈഗോ. വ്യക്തിത്വത്തിന്റെ ധാർമ്മിക വശത്തെ പ്രതിനിധീകരിക്കുന്നത് എന്താണ്? സൂപ്പർ ഈഗോ. വ്യക്തിത്വത്തിന്റെ ആനന്ദ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാഗം ഇഡ്. മനുഷ്യ മനസ്സിനെ ഫ്രോയിഡ് എത്ര നിലകളായി തിരിച്ചിട്ടുണ്ട്? 3. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. അബോധ മനസ്സിലെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഫ്രോയിഡ് ഉപയോഗിച്ച മാർഗം ക്ലേശരഹിത സ്മരണ, ഫ്രീ അസോസിയേഷൻ. മനോലൈംഗിക വികാസത്തിന്റെ അവസാന ഘട്ടം ജനറ്റൈൽ ഘട്ടം. കുട്ടികളിലെ ഈഡിപ്പസ് കോംപ്ലക്സ് ഏത് ഘട്ടത്തിൽ പ്രകടമാകുന്നു? ഫാലിക് സ്റ്റേജ്. യാഥാർത്ഥ്യബോധത്തിന്റെ റിയാലിറ്റി പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് ഈഗോ. സുഖാന്വേഷണ തത്വം പ്ലഷർ പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് ഇഡ്. ഉത്കണ്ഠയിൽ നിന്നും ഇച്ഛാഭംഗത്തിൽ നിന്നും രക്ഷ നേടാൻ മനസ്സ് അബോധപൂർവമായി പ്രയോഗിക്കുന്ന തന്ത്രങ്ങളെ എന്തു വിളിക്കുന്നു? ഡിഫൻസ് മെക്കാനിസം. മാനസിക സമ്മർദ്ദത്തോട് ശരീരം പ്രതികരിക്കുന്ന ഘട്ടങ്ങളെ വിവരിക്കുന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹാൻസ് സെല്യ. ഒരേ സമയം ആകർഷകമായ 2 ലക്ഷ്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുന്ന പോസിറ്റീവായ മാനസിക സമ്മർദ്ദത്തെ എന്തു വിളിക്കുന്നു? യൂസ്ട്രസ്. വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന ബാഹ്യമോ ആന്തരികമോ ആയുള്ള സമ്മർദ്ദം സ്ട്രെസ്സേഴ്സ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആവിഷ്കരിച്ചത് ഹൊവാർഡ് ഗാർഡ്നർ. പ്രകൃതിയിലെ മാറ്റങ്ങളും ജീവജാലങ്ങളെയും തിരിച്ചറിയുവാനുള്ള കഴിവ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, പ്രകൃതിപരമായ ബുദ്ധി. ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദ്വിഘടന സിദ്ധാന്തം. ജെ.പി. ലിക്ക്ഫോർഡിന്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഗണിത രൂപങ്ങൾ, കാഴ്ച, അർത്ഥപരം, പ്രതീകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹി, സർദാർ പട്ടേൽ ഭവൻ. NHRC ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതായത് നിയമപരമായ പൊതുസ്ഥാപനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാനാകാൻ വേണ്ട യോഗ്യത: സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. 2019 ഭേദഗതി പ്രകാരം സുപ്രീം കോടതി ജഡ്ജിക്കും ആകാം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുവാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതി. മനുഷ്യാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്നത്? വകുപ്പ് 2D. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച വർഷം 1948. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഏത് കോടതിയുടെ അധികാരമാണുള്ളത്? സിവിൽ കോടതി. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് രാജ്യസഭാ ചെയർമാൻ. പാരീസ് തത്വങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ മനുഷ്യാവകാശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുമായി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത്? ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ. മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പരാതി നൽകാൻ എത്ര കാലപരിധി ഉണ്ട്? സംഭവം നടന്ന് 1 വർഷത്തിനുള്ളിൽ.
മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഐക്യരാഷ്ട്ര ഹൈ കമ്മീഷണറുടെ ഓഫീസ് എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡ്. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ എത്ര വകുപ്പുകളുണ്ട്? 30 വകുപ്പുകൾ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഏത് പദവിയാണ് വഹിക്കുന്നത്? എക്സ് ഒഫീഷ്യോ മെമ്പർ അഥവാ ഔദ്യോഗിക അംഗം. മനുഷ്യാവകാശ കമ്മീഷന് ശിക്ഷ നൽകുവാനുള്ള അധികാരമുണ്ടോ? ഇല്ല, ശുപാർശ നൽകാൻ മാത്രമേ സാധിക്കൂ. സുപ്രീം കോടതി മനുഷ്യാവകാശങ്ങളുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ച അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 21 ജീവിക്കുവാനുള്ള അവകാശം. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ ഏത് സെക്ഷൻ അനുസരിച്ചാണ് മനുഷ്യാവകാശം നിർവചിച്ചിരിക്കുന്നത്? സെക്ഷൻ 2D. സെക്ഷൻ 2D പ്രകാരം മനുഷ്യാവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാം? വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 3. കമ്മീഷൻ ചെയർപേഴ്സണെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതി. സെക്ഷൻ 4 പ്രകാരം. കമ്മീഷന്റെ ചുമതലകളെക്കുറിച്ച് വിശദീകരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 12. സെക്ഷൻ 13 പ്രകാരം കമ്മീഷന് ഏത് കോടതിയുടെ അധികാരമാണുള്ളത്? സിവിൽ കോടതിയുടെ അധികാരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 21. മനുഷ്യാവകാശ ലംഘനങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനായി മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 30. കമ്മീഷനിലെ അംഗങ്ങൾ IPC സെക്ഷൻ 21 പ്രകാരം എന്താക്കിയിട്ടാണ് കണക്കാക്കുന്നത്? സെക്ഷൻ 39 പ്രകാരം പബ്ലിക് സെർവന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കമ്മീഷന്റെ അന്വേഷണ നടപടികളെക്കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ്? അധ്യായം 4. മനുഷ്യാവകാശ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ നൽകുന്ന വകുപ്പ്? വകുപ്പ് 13. അന്വേഷണത്തിന് ശേഷം ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ശുപാർശ ചെയ്യാൻ കമ്മീഷന് അധികാരം നൽകുന്ന വകുപ്പ്? വകുപ്പ് 18. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 31. കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തെ കുറിച്ച് പറയുന്ന വകുപ്പ്? വകുപ്പ് 14. സംസ്ഥാന ഗവൺമെന്റിന് നിയമങ്ങൾ നിർമ്മിക്കുവാൻ അധികാരം നൽകുന്ന വകുപ്പ്? വകുപ്പ് 41. പരാതി ലഭിച്ചാൽ അന്വേഷണം നടത്തുവാനുള്ള കമ്മീഷന്റെ അധികാരം? വകുപ്പ് 12. കേന്ദ്ര ഗവൺമെന്റിന് ചട്ടങ്ങൾ നിർമ്മിക്കുവാൻ അധികാരം നൽകുന്ന വകുപ്പ്? വകുപ്പ് 40. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ മലയാളി? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെടുന്ന വനിതകളുടെ എണ്ണം കുറഞ്ഞത് എത്രയായിരിക്കണം? 1. NHRCയുടെ ആപ്തവാക്യം മോട്ടോ സർവേ ഭവന്തു സുഖിന. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത വർഷം 2006-2019. NHRC അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ആകെ എത്ര പേരുണ്ട്? 6 പേർ. NHRCയുടെ അന്വേഷണ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ആര്? ഡയറക്ടർ ജനറൽ. NHRC ആസ്ഥാനമായ മാനവ് അധികാർ ഭവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? INA, ന്യൂഡൽഹി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാനുള്ള യോഗ്യത വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി? ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ഇടപെടാൻ കഴിയുക? സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന മാസിക മാനവീയം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ
ജുഡീഷ്യൽ മെമ്പർ ആകുവാനുള്ള യോഗ്യത വിരമിച്ച ജില്ലാ ജഡ്ജി, കുറഞ്ഞത് 7 വർഷം പരിചയം. പരാതികൾ നേരിട്ട് ബോധിപ്പിക്കാൻ കമ്മീഷൻ നടത്തുന്ന പരിപാടി സിറ്റിംഗ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ആര്? DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് എന്നാണ്? 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? 30 ദിവസം. ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യത്തിനോ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ വിവരങ്ങൾ നൽകണം? 48 മണിക്കൂർ. വിവരാവകാശ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കാണ് വിവരങ്ങൾ ചോദിക്കുവാൻ അവകാശമുള്ളത്? എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ വിവരങ്ങൾ ലഭിക്കുന്നതിന് എത്ര രൂപ ഫീസ് അടയ്ക്കണം? ഫീസ് നൽകേണ്ടതില്ല. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ. വിവരാവകാശ നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്? സെക്ഷൻ 8. വിവരാവകാശ നിയമപ്രകാരമുള്ള ആദ്യ അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ദിവസം. രണ്ടാമത്തെ അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 90 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ഒരു പബ്ലിക് അതോറിറ്റി വിവരങ്ങൾ നൽകാൻ വൈകിയാൽ ഓരോ ദിവസവും എത്ര രൂപയാണ് പിഴ ഈടാക്കേണ്ടത്? 250 രൂപ. വിവരാവകാശ നിയമപ്രകാരം നൽകാവുന്ന പരമാവധി പിഴശിക്ഷ 25,000 രൂപ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹനദാസ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 6. വിവരാവകാശ നിയമത്തിലെ ആകെ എത്ര സെക്ഷനുകളുണ്ട്? 31. വിവരാവകാശ നിയമത്തിന്റെ 2-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നത് ഒഴിവാക്കപ്പെട്ട രഹസ്യാന്വേഷണ സുരക്ഷാ സ്ഥാപനങ്ങൾ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാൻ ഏത് ഭാഷ ഉപയോഗിക്കാം? ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ. വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചാൽ PIO അപേക്ഷകന് ഇത് അറിയിക്കേണ്ടതാണ്. ഉണ്ട്, കാരണം വ്യക്തമാക്കണം. വിവരാവകാശ നിയമത്തിന് മുൻപ് നിലവിലുണ്ടായിരുന്ന നിയമം ഏതായിരുന്നു? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ രാജ്യം സ്വീഡൻ, 1766. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ എത്ര രൂപയാണ് സാധാരണ ഫീസ്? 10 രൂപ. വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കാലാവധി. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് സഹായം നൽകാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാൻ പ്രത്യേക ഫോറം നിർബന്ധമാണോ? അല്ല, വെള്ളക്കടലാസിൽ എഴുതി നൽകാം. മൂന്നാം കക്ഷിയെ സംബന്ധിച്ച വിവരമാണെങ്കിൽ PIO എത്ര ദിവസത്തിനുള്ളിൽ അവർക്ക് നോട്ടീസ് നൽകണം? 5 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ഒരു പൗരന് ലഭിക്കാത്ത വിവരം രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രഹസ്യ വിവരങ്ങൾ. വിവരം, ഇൻഫോർമേഷൻ എന്നതിനെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 സബ്സെക്ഷൻ F. വിവരാവകാശം റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്ന് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 സബ്സെക്ഷൻ J. പൗരന്മാർക്ക് വിവരാവകാശത്തിന് അർഹതയുണ്ടെന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് സെക്ഷൻ 3. പൊതു അധികാരികൾ പബ്ലിക് അതോറിറ്റീസ് വിവരങ്ങൾ സ്വമേധയാ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് സെക്ഷൻ 4 സബ്സെക്ഷൻ 1. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 5. വിവരങ്ങൾക്കായി അപേക്ഷ സമർപ്പിക്കേണ്ട രീതി വിവരിക്കുന്ന വകുപ്പ് സെക്ഷൻ 6. വിവരങ്ങൾ നൽകുവാനുള്ള സമയപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 7. ഒരാളുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ നൽകണം? 48 മണിക്കൂർ. സെക്ഷൻ 7 സബ്സെക്ഷൻ 1. വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയ കാര്യങ്ങൾ സെക്ഷൻ 8 പരാമർശിക്കുന്നു. പകർപ്പവകാശം ലംഘിക്കപ്പെടുന്ന വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കാമെന്ന് പറയുന്ന വകുപ്പ് 9.
ഒരു രേഖയുടെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ നീക്കം ചെയ്ത് ബാക്കി വിവരങ്ങൾ നൽകാം എന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 10. മൂന്നാം കക്ഷി വിവരങ്ങൾ തേർഡ് പാർട്ടി ഇൻഫോർമേഷൻ സംബന്ധിച്ച വകുപ്പ് ഏത്? സെക്ഷൻ 11. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 12. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 15. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ കാലാവധിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 16. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നതോടെ റദ്ദാക്കപ്പെട്ട പഴയ നിയമം ഏത്? സെക്ഷൻ 31 പ്രകാരം ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന സെക്ഷൻ 30. ഈ നിയമപ്രകാരം കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾ അതത് നിയമസഭകളിൽ പാർലമെന്റിൽ സമർപ്പിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ 29. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സ്പീക്കർ തുടങ്ങിയ സക്ഷമ അധികാരികൾക്ക് ചട്ടങ്ങൾ നിർമ്മിക്കാൻ അധികാരം നൽകുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ 28. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി ചട്ടങ്ങൾ നിർമ്മിക്കുവാൻ സമുചിത സർക്കാരിന് അധികാരം നൽകുന്ന സെക്ഷൻ 27. വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 25. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂൾ 2 മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 24 സബ്സെക്ഷൻ 2. ചില സുരക്ഷാ അന്വേഷണ ഏജൻസികളെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 24. കോടതികളുടെ ഇടപെടൽ വിലക്കുന്ന വകുപ്പ് സെക്ഷൻ 23. മറ്റ് നിയമങ്ങളേക്കാൾ വിവരാവകാശ നിയമത്തിന് പ്രാബല്യം നൽകുന്ന വകുപ്പ് സെക്ഷൻ 22. സദുദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് സംരക്ഷണം നൽകുന്ന വകുപ്പ് സെക്ഷൻ 21. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 20. രണ്ടാം അപ്പീല് 90 ദിവസത്തിനുള്ളിൽ നൽകണം എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ 19 സബ്സെക്ഷൻ 3. അപ്പീലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 19. വിവരാവകാശ കമ്മീഷന്റെ ചുമതലകളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചും പറയുന്ന വകുപ്പ് സെക്ഷൻ 18. PM വികസിത് ഭാരത് റോസ്ഗാർ യോജന തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി 99,446 കോടി രൂപയുടെ പദ്ധതിയാണിത്. 2025 ഓഗസ്റ്റ് 1 മുതൽ 2027 ജൂലൈ 31 വരെ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ തൊഴിലുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെ ഇൻസെന്റീവ് ലഭിക്കുന്നതാണ്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന രാജ്യത്തെ 100 പിന്നോക്ക ജില്ലകളിലെ 1.7 കോടി കർഷകരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. കുറഞ്ഞ വിളവ് ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നൂതന കൃഷിരീതിയും വായ്പാ സൗകര്യങ്ങളും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഗിഗ് തൊഴിലാളികൾക്കുള്ള ക്ഷേമ പദ്ധതി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്ന ഗിഗ് തൊഴിലാളികൾക്ക് ഇനി മുതൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴി 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠനത്തിനായി പ്രാദേശിക ഭാഷയിലുള്ള ഡിജിറ്റൽ പുസ്തകങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി. മൈക്രോ എന്റർപ്രൈസ് ക്രെഡിറ്റ് കാർഡ് ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചെറുകിട സംരംഭകർക്കായി 5 ലക്ഷം രൂപ പരിധിയുള്ള ക്രെഡിറ്റ് കാർഡുകൾ അവതരിപ്പിക്കുന്നു. ആയുഷ്മാൻ ഭാരത് 70 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഇവർക്ക് കുടുംബത്തിന്റെ ഇൻഷുറൻസിന് പുറമെ 5 ലക്ഷം രൂപയുടെ പ്രത്യേക പരിരക്ഷ ലഭിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്കും അനുബന്ധ മേഖലയിലുള്ളവർക്കും KCC വഴി ലഭിക്കുന്ന പലിശരഹിത വായ്പാ പരിധി 3 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി ഉയർത്തി. PM ആവാസ് യോജന കൂടുതൽ കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതിന് PM ആവാസ് യോജനയുടെ 2ാം ഘട്ടം ഊർജിതമാക്കി. കൂടാതെ പാതി വഴിയിൽ മുടങ്ങിയ ഭവന പദ്ധതികൾ പൂർത്തിയാക്കാൻ 15,000 കോടി രൂപ സ്വാമിക് ഫണ്ട് 2 രൂപീകരിച്ചു. PM മുദ്രാ ലോൺ ബിസിനസ് ആവശ്യങ്ങൾക്കായി നൽകുന്ന മുദ്രാ ലോണിന്റെ പരിധി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായി ഉയർത്തി. നൈപുണ്യ വികസനം രാജ്യത്തുടനീളം പുതിയ 1200 വൊക്കേഷണൽ സ്കിൽ ലാബുകൾ സ്ഥാപിക്കുന്നു. ഇനി ഇൻഡെക്സുകളും റാങ്കുകളുമാണ്. ഗ്ലോബൽ ഇക്കണോമി ഫസ്റ്റ് US, ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്. MSCI എമർജിംഗ് മാർക്കറ്റ്സ് ഇൻഡെക്സ് ഫസ്റ്റ് റാങ്ക് ഇന്ത്യക്കാണ്. ഗ്ലോബൽ റെമിറ്റൻസ് ഇൻഫ്ലോ ഫസ്റ്റ് റാങ്ക് ഇന്ത്യ. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് ഫസ്റ്റ് സ്വിറ്റ്സർലാൻഡ് ഇന്ത്യക്ക് 38ാം സ്ഥാനം.
ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് ഫസ്റ്റ് സിംഗപ്പൂർ ഇന്ത്യക്ക് 38 സ്ഥാനം. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ഫസ്റ്റ് ഡെൻമാർക്ക് ഇന്ത്യക്ക് 96 സ്ഥാനം. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് ഫസ്റ്റ് USA ഇന്ത്യക്ക് 4 സ്ഥാനം. വേൾഡ് എയർ പവർ ഇൻഡെക്സ് ഫസ്റ്റ് USA ഇന്ത്യക്ക് 3 സ്ഥാനം. ഏഷ്യ പവർ ഇൻഡെക്സ് ഫസ്റ്റ് USA ഇന്ത്യക്ക് 3 സ്ഥാനം. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ഫസ്റ്റ് ബുർക്കിന ഫാസോ ഇന്ത്യക്ക് 14 സ്ഥാനം. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഫസ്റ്റ് ഫിൻലാൻഡ് ഇന്ത്യക്ക് 118 റാങ്ക്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഫസ്റ്റ് സ്വിറ്റ്സർലാൻഡ് ഇന്ത്യ 130 റാങ്ക്. ജെൻഡർ ഇനീക്വാളിറ്റി ഇൻഡെക്സ് ഫസ്റ്റ് ഡെൻമാർക്ക് ഇന്ത്യക്ക് 108 സ്ഥാനം. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഫസ്റ്റ് നോർവ ഇന്ത്യ 151. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഫസ്റ്റ് ബെലറസ് ഇന്ത്യക്ക് 102. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഫസ്റ്റ് സിംഗപ്പൂർ ഇന്ത്യക്ക് 77 റാങ്ക്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് ഫസ്റ്റ് ടു തേർഡ് വാക്കന്റ് ആണ്. ഫോർത്ത് ഡെൻമാർക്ക് ഇന്ത്യക്ക് 10 സ്ഥാനം. ഗ്ലോബൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഫസ്റ്റ് ലാഹോർ പാകിസ്ഥാൻ ഇന്ത്യക്ക് സെക്കൻഡ് ഡൽഹി. എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് ഫസ്റ്റ് എസ്റ്റോണിയ ഇന്ത്യക്ക് 176 പൊസിഷൻ. QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്. ഇന്ത്യയിൽ ഫസ്റ്റ് IIT ബോംബെ ആണ്. IIT ബോംബെക്ക് 220 റാങ്ക് ആണ് ടോട്ടൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRF ഫസ്റ്റ് IIT മദ്രാസ്. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം അഖിൽ P ധർമ്മജന്. രാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ശ്രീജിത്ത് മൂത്തേടത്ത് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ 2025 ജൂൺ 26 പ്രഖ്യാപിച്ചു. നോവൽ GR ഇന്ദുഗോപന്റെ ആനോ എന്ന കൃതി. കവിത അനിത തമ്പി. കൃതി മുരിങ്ങവാഴ കറിവേപ്പ്. ചെറുകഥ V ഷിനിലാൽ. കൃതി ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. നാടകം ശശിധരൻ നടുവിൽ. കൃതി പിത്തളശലഭം. സാഹിത്യ വിമർശനം G ദിലീപൻ. കൃതി രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ. വൈജ്ഞാനിക സാഹിത്യം ദീപക് P. കൃതി നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. ജീവചരിത്രം അഥവാ ആത്മകഥ ഡോക്ടർ K രാജശേഖരൻ നായർ. കൃതി ഞാൻ എന്ന ഭാവം. യാത്രാ വിവരണം KR അജയൻ. കൃതി ആരോഹണം ഹിമാലയം. വിവർത്തനം ചിഞ്ചു പ്രകാശ്. കൃതി എന്റെ രാജ്യം എന്റെ ശരീരം. ബാലസാഹിത്യം EN ഷീജ. കൃതി അമ്മ മണമുള്ള കനിവുകൾ. ഹാസ്യ സാഹിത്യം നിരഞ്ജൻ. കൃതി കേരളത്തിന്റെ മൈതാത്മകത. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചത് KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം PKN പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, MM നാരായണൻ, PK ഗംഗാധരൻ, KEN കുഞ്ഞഹമ്മദ്, മല്ലിക യൂനിസ്. 2025 പേര് മാറ്റിയ സ്ഥലങ്ങളാണിനി. ബാഗേപള്ളി, ഭാഗ്യനഗർ. ബാംഗ്ലൂരു റൂറൽ, ബാംഗ്ലൂരു നോർത്ത്. രാമനഗര, ബംഗളൂരു സൗത്ത്. കാർനാക് ബ്രിഡ്ജ്, സിന്ദൂർ ബ്രിഡ്ജ്. ഗയ, ഗയാജി. ഔറംഗസേപൂർ, ശിവജി നഗർ. നവാബി റോഡ്, അടൽ മാർഗ്, പിഞ്ചക്കി മാർഗ് ഗുരു. ഗോൾവാൾക്കർ മാർഗ്. മിയാൻവാല, രാംജിവാല, പിർവാല കേസരി. അഹമ്മദ് നഗർ, കർണാവതി. ഹൈദരാബാദ്, ഭാഗ്യനഗരം. ഷിംല, ശ്യാമള. കേരളം. കേരള എന്നുള്ളത് ഇനി മുതൽ ഔദ്യോഗികമായിട്ട് രേഖകളിൽ കേരളം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. VS അച്യുതാനന്ദന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട ഫാക്റ്റ് കൂടി നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിലാണ് ജനിച്ചത്. 2025 ജൂലൈ 21 തിരുവനന്തപുരത്ത് വെച്ചാണ് മരിച്ചത്. മരണസമയത്ത് 101 വയസ്സായിരുന്നു. 2006 മുതൽ 2011 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. 82 വയസ്സിലാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത്.
1964 CPI പിളർന്ന് CPIM രൂപീകരിച്ചപ്പോൾ പാർട്ടി വിട്ടിറങ്ങിയ 32 നേതാക്കളിൽ ഒരാളായിരുന്നു VS അച്യുതാനന്ദൻ. 3 തവണ പ്രതിപക്ഷ നേതാവായി 1992 മുതൽ 96 വരെ, 2001 മുതൽ 2006 വരെ, 2011 മുതൽ 16 വരെ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാലം, അതായത് 15 വർഷക്കാലം ഈ പദവി വഹിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. പ്രധാന സമരങ്ങൾ പുന്നപ്ര വയലാർ സമരം, അഴിമതി, ഭൂമാഫിയ, സ്ത്രീ പീഡനം എന്നിവയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളും ജനശ്രദ്ധ ആകർഷിച്ചവയാണ്. കേരള ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനുമായിരുന്നു. ഷാജി N. കരുൺ 2024 മലയാള സിനിമയ്ക്കുള്ള പരമോന്നത ബഹുമതിയായ JC ഡാനിയൽ അവാർഡ് ലഭിച്ചു. ദേശീയ ചലച്ചിത്ര അവാർഡുകൾ: മികച്ച സംവിധാനം പിറവി 1988, കുട്ടിസ് റാങ്ക് മികച്ച ഫീച്ചർ ഫിലിം 2009. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ: മികച്ച സംവിധായകൻ സ്വം 1994, വാനപ്രസ്ഥം 1999. ഛായാഗ്രഹൻ എന്ന നിലയിൽ പ്രവർത്തിച്ചത്: തമ്പ്, കാഞ്ചനസീത, എസ്തപ്പാൻ, ഒരിടത്ത്. അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ: കാൻ ഫിലിം ഫെസ്റ്റിവൽ, പിറവി, സ്വം, വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങൾക്ക് ഔദ്യോഗിക മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചു. സ്വം, പാം ഡിയോർ നാമനിർദ്ദേശം നേടി. ഫ്രഞ്ച് ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ബഹുമതിയും പത്മശ്രീയും നേടിയിട്ടുണ്ട്. മറ്റ് നേട്ടങ്ങൾ: കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിരുന്നു. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ജോർജ് ഓണക്കൂർ എഴുതിയ ഏതു കൃതിയാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഹൃദയരാഗങ്ങൾ. ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? TP ഔസേപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ജടായു. ലോകത്തിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി സജി ചെറിയാൻ. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? 13. അന്ന ബെന്നിന് 2021 ഏതു പുരസ്കാരമാണ് ലഭിച്ചത്? കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന് നാമകരണം സ്വീകരിച്ചത് ഏതു വർഷത്തിലാണ്? 2002. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ അലൂമിനിയം, സിലിക്ക. താഴെ തന്നിരിക്കുന്നവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണമല്ലാത്തത്? ബസാൾട്ട്. താഴെ തന്നിരിക്കുന്നവയിൽ മടക്കു പർവ്വതനിരയ്ക്ക് ഉദാഹരണം? അറ്റ്ലസ്, ആൽപ്സ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം? മഴവെള്ളപ്പാച്ചിൽ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം? UP. 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്നത്? നഗരം. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? പാലക്കാട്. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്? ലഡാക്ക്, സസ്കർ. താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ്? വില്യം 3. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് 450x300. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 28(1). സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 293. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി? ജസ്റ്റിസ് ഗോപാൽ വല്ലഭ് പട്നായക്, രംഗനാഥ മിശ്ര, S. രാജേന്ദ്ര ബാബു, MN വെങ്കിട ചെല്ലയ്യ എന്നിവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻമാരായിട്ടുണ്ട്. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വകുപ്പ്? വകുപ്പ് 8. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താൽപര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാണ്? അമേരിക്ക. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം? 1989 നവംബർ 20. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർമാനും 2 അംഗങ്ങളും.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1885. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ഫസൽ അലി. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് കൈസൻ പ്രഭു. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം കാൺപൂർ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര് റാണി ഝാൻസി റെജിമെന്റ്. സന്താൾ കലാപം നടന്ന പ്രദേശം രാജ്മഹൽ കുന്നുകൾ. ചുവടെ തന്നിട്ടുള്ളവയിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം മറാത്ത. സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം സോവിയറ്റ് യൂണിയൻ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. ചുവടെ തന്നിട്ടുള്ളവയിൽ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി കബനി. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ചിങ്ങം 1. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ചുവടെ തന്നിട്ടുള്ളവയിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം KM ബീനാമോൾ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്? 4. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം തൃശൂർ. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ KV തോമസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം കീഴരിയൂർ ബോംബ് കേസ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി C. ശങ്കരൻ നായർ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ശ്രീനാരായണ ഗുരു. ചുവടെ തന്നിട്ടുള്ളവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? പ്രാചീന മലയാളം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവൻ. VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നാടകം. ചുവടെ തന്നിട്ടുള്ളവയിൽ C. കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം കോഴഞ്ചേരി പ്രസംഗം. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം 24. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം കരൾ. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനങ്ങൾ, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം. മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന പ്ലാസ്മയിൽ കാണപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം അനാമിക. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം വാഹനങ്ങളിൽ നിന്നുള്ള പുക. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളാണ് കടുവകൾ കാണപ്പെടുന്നത്? പശ്ചിമ ബംഗാൾ. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നത് ബാക്ടീരിയ. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത കണങ്ങളെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നു. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് മോസ്ലി. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിന്റെ അയിര് ഹെമറ്റൈറ്റ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം നൈലോൺ. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്ര? 60 ഡിഗ്രി. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്കു കാരണമാകുന്ന ബലം പ്രതലബലം. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിൽ. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുന്നത് എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം ഇരട്ടിയാകുന്നു.